ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുകയാണ്. ഹണി റോസ് നൽകിയ പരാതിന്മേലാണ് അറസ്റ്റിലായിരിക്കുന്നത്. പരാതി നൽകിയിട്ട് മണിക്കൂറുകൾക്കകം തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ച ബോച്ചയെ റോഡിന് കുറുകെയിട്ട് വണ്ടി ഇട്ടിട്ടാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇത് സ്ത്രീകളെ അപമാനിക്കുന്ന, അതുപോലെ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തുന്ന, ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന മുഴുവൻ ആളുകൾക്കുള്ള ഒരു പോലീസിൻ്റെ താക്കീത് തന്നെയാണ്. സർക്കാരിൻ്റെ ഒരു വലിയ രൂപത്തിലുള്ള നല്ലൊരു ഇടപെടൽ തന്നെയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഹണി റോസിനെ സംബന്ധിച്ചിട്ട് പരാതി നൽകി ഏറ്റവും അടുത്ത നിമിഷം തന്നെ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളും അധിക്ഷേപവും അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം. അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നവർക്കെതിരെ നല്ല രീതിയിലുള്ള ശിക്ഷ ഒരു നിയമത്തിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ പല ആളുകൾക്കും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന നിരവധി പേരുണ്ട്. അവർക്കൊക്കെ ഒരു താക്കീതായിട്ട് ഇത് മാറട്ടെ. സ്ത്രീകൾക്ക് അഭിമാന നിമിഷം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു ഉന്നതനായ ആൾക്കെതിരെ പരാതി കൊടുത്തിട്ട് അതിന് കൃത്യമായ സമയം കൊണ്ട് തന്നെ അതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹണി റോസിനെ സംബന്ധിച്ചിട്ട് വലിയൊരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. കാരണം ഹണി റോസ് ഈ ഒരു അധിക്ഷേപം നടത്തിയതിൻ്റെ പേരിൽ ഹണി റോസിൻ്റെ കുടുംബത്തിനും അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒരുപാട് അപമാനം നേരിട്ടിട്ടുണ്ട്. ആ നേരിടലിൻ്റെ ഭാഗമായിട്ട് ബോബി ചെമ്മണ്ണൂറായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ബോബി ചെമ്മണ്ണൂറിന് താക്കീത് നൽകിയിട്ടുണ്ട്. എന്നിട്ടും അവസാനിപ്പിക്കാതെ പല ഇൻ്റർവ്യൂകളിലും വീണ്ടും വീണ്ടും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയതിൻ്റെ പേരിലാണ് ഹണി റോസ് പരാതി അളിക്കുന്നത്. ആ പരാതിയിൽ കേരള പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിമാനം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിട്ട്, സ്ത്രീകളെ സംബന്ധിച്ചിട്ട്, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും അഭിമാന നിമിഷം തന്നെയാണ്. ഇത്തരം ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന, അശ്ലീല ചൊവ്വയുള്ള സംസാരം നടത്തുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. വരും കാലങ്ങളിലും ഇത്തരം സ്ത്രീകൾ നടത്തുന്ന പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ഈ സർക്കാരും ഈ പോലീസും ഒപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്.